വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ വരച്ചു തുടങ്ങിയിരുന്നു. ഏതാണ്ട് 12-13 വയസ്സിലെ ഞാൻ വരച്ചു. പല പോർട്രേറ്റുകൾ ചെയ്യാൻ തുടങ്ങി. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ഫോട്ടോസ് മേടിച്ച് വരച്ചു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ താല്പര്യം എൻ്റെ പിതാവ് മനസ്സിലാക്കി എന്നെ സി ആൻ്റണി സാറ് SB ഹൈസ്കൂളിൽ അന്ന് ചിത്രകലാ അധ്യാപകൻ, എൻ്റെയും അധ്യാപകനാണ്. എന്നെ ആദ്യം പിതാവ് അവിടെ കൊണ്ടയാക്കി. ആ ബാലപാഠങ്ങൾ ഞാൻ സി ആൻ്റണി സാറിൽ നിന്നുമാണ് പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം കറുകച്ചാൽ AP ആർട്സിൽ FAക്ക് പോയി ഡ്രോയിങ് പെയിൻറ്റിങ്ങിൽ ഞാൻ ഡിപ്ലോമ എടുത്തു. അവിടെ വെച്ചാണ് എനിക്ക് കുറച്ചുകൂടെ കളറിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ജോമെട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ അറിവായത്. അങ്ങനെ ഒരു ഫോട്ടോസ് വരയ്ക്കാനുള്ള കാര്യങ്ങളിലേക്കുള്ള ശാസ്ത്രീയമായ അറിവ് എനിക്ക് കിട്ടിയത് മുഴുവൻ AP ആർട്സിലെ പഠനകാലത്താണ്. അതിനുശേഷമാണ് ഞാൻ ശരിക്കും ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് CMM ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ചേർന്നു. 4 വർഷത്തോളം അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ആലപ്പുഴയിൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തലവടിയിൽ ഞാൻ ഡ്രോയിങ് ടീച്ചറായിട്ട് കയറുന്നു. അങ്ങനെ 32 വർഷം ഈ അവസാന നാളിൽ തലവടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. അക്കാലമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരുപാട് ഈ കലാരംഗത്ത് താല്പര്യം കാണിച്ച ഒട്ടേറെ കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവകൃപയാൽ വളർത്തുവാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ആ സമയങ്ങളിൽ ചിത്രരചന കൂടുതൽ കാര്യക്ഷമമാക്കാനും ആ സമയങ്ങളിൽ എനിക്ക് പല ഉന്നത വേദികളിൽ നിന്ന് പല അവാർഡുകളും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആദ്യം എനിക്ക് കിട്ടിയ അവാർഡാണ് ചങ്ങനാശ്ശേരി അതിരൂപത 2014 പ്രഥമ അവാർഡാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കായിരുന്നു തന്നത്, കൊല്ലത്ത് വെച്ച്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷം 2015-16 സമയങ്ങളിൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ മെയിൻ അവാർഡ് എറണാകുളത്ത് വെച്ച് കാർഡിനാൾ ആലഞ്ചേരി പിതാവ് സമ്മാനിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 2017 റോട്ടറി ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ എനിക്ക് അവാർഡ് കിട്ടിയത്. അത് ചങ്ങനാശ്ശേരിയിൽ നിന്നും കേന്ദ്രമന്ത്രിയിൽ നിന്നുമായിരുന്നു. അതിനുശേഷം ഈ ഗുരുശ്രേഷ്ഠ അവാർഡ് ഗവൺമെൻറ് തലത്തിൽ എനിക്ക് കിട്ടിയുണ്ടായത്. മന്ത്രി PJ ജോസഫാണ് അത് സമ്മാനിച്ചത്. അതിനുശേഷമാണ് ഈ ഒടുവിൽ 2024 KCBC അവാർഡ് ലഭിക്കുകയുണ്ടായത്. അവാർഡുകൾ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ കലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ പറ്റിയ ഒരു വേദികളായിരുന്നു ഇതെല്ലാം. എൻ്റെ ചിത്രകലാ ജീവിതം തുടങ്ങിയത് തന്നെ യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ ചിത്ര രചനയിൽ കൂടിയാണ്. എൻ്റെ ബാല്യകാലം മുതലേ അന്ത്യത്താഴ ചിത്രം കാണുമ്പോഴെല്ലാം ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ലിയാൻഡോ ഡാവിഞ്ചിയുടെ പടമാണ് എന്നെ ഏറ്റവും അധികം ഈ ഒരു കാറ്റഗറിയിലോട്ട് എന്നെ എത്രയേറെ ആകർഷിച്ചത്. അതിനുശേഷം ഞാൻ ഈ അയൽവക്കത്തുള്ള പല വീടുകളിലും വീട്ടുകാരെന്നെ കൊണ്ട് വരപ്പിക്കുകയുണ്ടായി. ധാരാളം പള്ളികളിൽ വരച്ചു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇക്കാലം അത്രയും എനിക്ക് 350-ൽ പരം ലാസ്റ്റ് സപ്പറിൻ്റെ പെയിൻറ്റിങ്, അതും നല്ല സൈസാണ്. 5 അടി 10 അടി ഒക്കെ വലിപ്പമുള്ള ക്യാൻവാസിൽ ചെയ്ത ഓയിൽ പെയിൻറ്റിങ്ങുകളാണ് എൻ്റെ വേൾഡ് മുഴുവൻ പോയിട്ടുള്ളത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ലിയാൻഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ 1-2 എണ്ണം ഞാൻ കോട്ട് ചെയ്ത് വരച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാൻ വരച്ചത് മുഴുവൻ എൻ്റെ ക്രിയേറ്റീവാണ്. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കളർ കോമ്പിനേഷൻ, സ്ലീഹന്മാരുടെ ഭാവവ്യത്യാസങ്ങളെല്ലാം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വേൾഡിൽ പല ഭാഗത്തു നിന്നായി എനിക്ക് ഓർഡറുകൾ കിട്ടി. അങ്ങനെയാണ് ഞാൻ വരച്ച് ഇക്കാലമായപ്പോഴേക്കും 350 കവിഞ്ഞത്. ഇപ്പോഴും ഞാനത് ലാസ്റ്റ് സപ്പറിലാണ് എൻ്റെ ചിത്രരചന കൂടുതൽ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു പല പെയിൻറ്റിങ്ങുകളും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അന്ത്യത്താഴ ചിത്രങ്ങൾ വരയ്ക്കണം എന്നുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും വലുപ്പത്തിൽ വരയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആഗ്രഹവും. ഒരു വീട്ടിലെ ഒരു ഡൈനിങ് ഹാളിൽ ലാസ്റ്റ് സപ്പറിൻ്റെ പെയിൻറ്റിങ് വീടുകെട്ടുകാർ വെച്ചാൽ പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തും യാതൊരു പെയിൻറ്റിങ്ങും വയ്ക്കുന്നില്ല അവരാരും. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുത്ത് പല വീടുകളിലും എൻ്റെ പെയിൻറ്റിങ് ഇരിക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ തന്നെ വരച്ചതാണോ എന്നെനിക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ വലിയ ഭാഗ്യമായിട്ട് ഒരു ദൈവ നിയോഗം തന്നെയാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം.
കേരളത്തിന് വെളിയിലുമായി പല വേദികളിലും എൻ്റെ പെയിൻറ്റിങ്ങുകൾ എനിക്ക് വരച്ചു നൽകുവാൻ സാധിച്ചു. അതൊക്കെ ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ വരച്ചു കൊടുത്ത തനിമയോടെ പല ഭാഗങ്ങളിലും എൻ്റെ പെയിൻറ്റിങ്ങുകൾ നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ആനന്ദം തരുന്നതാണ്. അങ്ങനെ എൻ്റെ ഈ കലാജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇഴക്കാലത്ത് ഞാൻ കുട്ടികളെ റിട്ടയർമെൻറ്റിന് ശേഷം കുറേ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ ഒരു പഠന റൂമായിട്ട് തുടങ്ങി കുറേ കുഞ്ഞുങ്ങൾ വരച്ച് അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എനിക്ക് വരയ്ക്കാൻ കൂടുതലായി വരുന്ന സമയങ്ങളിൽ അവരെയും കൂടി വിളിച്ചാലുള്ള ബുദ്ധിമുട്ടോർത്ത് ഞാൻ അവരെ പതിയെ മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വർക്കുകളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പീഡാനുഭവ ചിത്രം എൻ്റെ ഇടവക ദേവാലയമായ വെരൂർ സെൻറ്റ് ജോസഫ് ചർച്ചിലേക്ക് വരയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കലാജീവിതം മുമ്പോട്ട് പോകും. അതുപോലെ ഈ കലകളൊക്കെ നമുക്ക് ജന്മനാൽ കിട്ടുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണെങ്കിൽ കൂടിയും ഗ്രൗണ്ട് സപ്പോർട്ട്, അതായത് പ്രോത്സാഹനം ഉണ്ടെങ്കിലേ ഈ മേഖലയിൽ നമുക്ക് വളരുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം നിന്ന സ്റ്റേജിൽ തന്നെ നിന്ന് പോകും. നല്ല കയ്യടി എവിടുന്ന് കിട്ടുന്നോ അവിടെയാണ് നമ്മുടെ വിജയം. അതെല്ലാ മേഖലകളിലും അങ്ങനെയാണല്ലോ. കയ്യടി കിട്ടാതെ നമ്മൾ ഒരിക്കലും വളരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഈ അതിരൂപതാ തലത്തിൽ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പെരുന്തോട്ടം പിതാവിൽ നിന്നും ഇപ്പോൾ തറയിൽ പിതാവിൽ നിന്നും ഒക്കെ എനിക്ക് വളരെ വളരെ പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തറയിൽ പിതാവ് ഈയിടെയും എന്നെ കണ്ടപ്പോൾ എൻ്റെ അന്ത്യത്താഴ ചിത്രങ്ങളുടെ വരകളെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. എനിക്കൊരു സമ്മാനവും ഈ ബിഷപ്പ് ഹൗസിൽ വിളിച്ച് പിതാവ് എനിക്ക് തരികയുണ്ടായി. അതൊക്കെ എനിക്ക് ഒത്തിരി വലിയ പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെയാണ് ആലഞ്ചേരി പിതാവിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. സഭാ പിതാക്കന്മാർ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭ അധിപൻ ക്ലീമീസ് കാതോലിക്ക ബാവയിൽ നിന്ന് ധാരാളം പ്രോത്സാഹനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിതാവ് ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. വെളിയിലേക്കൊക്കെ ധാരാളം പടങ്ങൾ വരയ്ക്കുന്ന ആ സമയങ്ങളിൽ ക്ലീമീസ് പിതാവിൻ്റെ ഒത്തിരി സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴേ മറ്റു ചിത്രകാരന്മാർ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന, അന്നത്തെ കാലത്ത് ചിത്രമെഴുത്ത് പഠിച്ചുകൊണ്ടിരുന്ന പല വിദ്യാർത്ഥികളും ഇന്ന് പ്രമുഖരായ ചിത്രകാരന്മാരായിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്കൊക്കെ ഒരു വളർച്ചയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ആ പ്രോത്സാഹനത്തിൻ്റെ കുറവാണ്. ഞാൻ ഓർക്കുകയാണ്, ദൈവകൃപയാൽ ഞാൻ ഒരു കത്തോലിക്കനായി ജനിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം സഭ നമ്മളെ എത്രയേറെ വളർത്തുന്നു. എൻ്റെ സഭ വളർത്തിയതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇക്കാലം അത്രയും എൻ്റെ ചിത്രരചന വളർന്നതിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഏറ്റവും വലുതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ചില വ്യക്തികളെയും ദൈവം ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കലാവാസനകളുള്ള വ്യക്തികളെ വളർത്തുവാൻ ഭൂമിയിൽ ചില വ്യക്തികൾ വേണമല്ലോ. അങ്ങനെയുള്ള കൂട്ടത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരും കർദിനാളന്മാരും ഒക്കെ. ഈ മേഖല അവർക്കാണല്ലോ കൂടുതൽ അറിയാവുന്നത്. ബിബ്ലിക്കൽ ചിത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുള്ള നമ്മുടെ അറിവായിരിക്കുകയല്ല അവർ തരുന്ന അറിവ്. അങ്ങനെ ഞാൻ കൂടുതലും വരച്ചത് ഇങ്ങനെയുള്ള സഭാകരമായ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോത്സാഹനം വളരെ വലുതായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് വീട്ടിലാണെങ്കിലും വീട്ടിലുള്ളവരെ, എൻ്റെ ഭാര്യ ഒരു ചിത്രകാരിയായിരുന്നു, അതിൽ നിന്നും എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റു പലരിൽ നിന്നും, ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരായിട്ടുള്ള പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു വളർച്ചയ്ക്കൊരു കാരണമാണ്. എനിക്ക് സുവിച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. ഇത്രയേറെ വരയ്ക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഏത് കാര്യത്തിന് ആര് വിളിച്ചാലും അവിടെ എല്ലാം ഓടിയെത്തും. കൊച്ചു പിള്ളേരും കൊച്ചുമക്കളുണ്ട് 2-3 പേരുടെ. അവർ വിളിച്ചാൽ അവരുടെ കാര്യത്തിന് ചെല്ലും, മക്കൾ വിളിച്ചാൽ അവരുടെ കാര്യത്തിന് ചെല്ലും. ഞാൻ വിളിച്ചാൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം എന്നെ കൊണ്ടുപോകും. അതുപോലെ സഹോദരങ്ങളും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, ക്വിക്ക് ആക്ഷനാണ്. പിന്നെ സുൽത്താൻ ഭയങ്കര സ്പീഡാണ് വരയ്ക്കാൻ. ഞാനും ചിത്രകലയൊക്കെ പഠിച്ചതാ. എന്നാലും ഞാൻ വർഷത്തിൽ 1-2 പടം വരച്ചില്ലേ. എനിക്ക് കൊച്ചുപിള്ളേ പഠിക്കുന്ന കാര്യത്തില്ല കൂടുതൽ താല്പര്യം. ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുൽത്താൻ വരയ്ക്കുന്ന വന്ന് നോക്കും, എങ്ങനെയുണ്ട്, ഭംഗിയാകുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ വരച്ചാൽ ഇച്ചിരി കൂടെ കൂടുതൽ ഭംഗിയാകും എന്നൊക്കെ ഒന്ന് ഞാൻ വന്നൊന്ന് നോക്കും. അത്രയൊക്കെ ഉള്ളൂ.
ഈ മേഖലയിലേക്ക് ഡിജിറ്റൽ മേഖലകൾ അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസുകൾ ഒത്തിരി കൈകടത്തുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ചിത്രം കിട്ടണമെങ്കിൽ വളരെ അതിവേഗം കിട്ടുന്ന ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നിലവിലായി കഴിഞ്ഞു. എങ്കിൽ കൂടിയും നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ഡയറക്റ്റ് പെയിൻറ്റിങ്, അതിൻ്റെ വില, അതിൻ്റെ മൂല്യം, അതിൻ്റെ സംസ്കാരം ഒക്കെ അറിവുള്ളവർ അത് തന്നെ എടുക്കത്തുള്ളൂ, അവരത് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറഞ്ഞ മീഡിയാസ് കൈകാര്യം ചെയ്യുന്ന പല വ്യക്തികളും എൻ്റെ അടുത്ത് വന്ന് ചിത്രങ്ങൾ വരപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കല, ഇങ്ങനെയുള്ള ചിത്രരചന കൈമുതലായിട്ടുള്ളവരുടെ പ്രത്യേകത അവരത് നശിപ്പിക്കാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൻ്റെ മൂല്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, ആ സംസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം, ഇത്രയധികം ഏതാണ്ട് 2000-ലധികം ചിത്രങ്ങൾ ഈ കാലം അത്രയും എനിക്ക് വരയ്ക്കാൻ സാധിച്ചെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ഒരു അഭിലാഷം ബാക്കി നിൽക്കുന്നത് ഇതുവരെ ആരും വരയ്ക്കാത്ത, വേൾഡിൽ ആരും വരയ്ക്കാത്ത ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ പടം വരയ്ക്കുക എന്നുള്ള അതിനെ ഒരു അമിതമായ മോഹം എന്ന് വേണേൽ പറയാം. പക്ഷേ ഞാൻ ഈ കല എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഒരു ആഗ്രഹമാണ്. ഗിന്നസ് റെക്കോർഡിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂടിയും ഗിന്നസുകാരുടെ ഒരു അറിവ് ലഭിച്ചാൽ, ഇപ്പോൾ നിലവിലുള്ള ലാസ്റ്റ് സപ്പറിൻ്റെ അളവിനെക്കുറിച്ച് അവരെനിക്കൊരു ഹിൻറ്റ് തന്നാൽ ഒരുപക്ഷെ ഞാനത് ചെയ്തെന്നിരിക്കും. അത്രയേറെ എൻ്റെ മനസ്സ് തുളുമ്പി നിൽക്കുന്നു ലാസ്റ്റ് സപ്പറിൻ്റെ പടം വരയ്ക്കാൻ. അത് ദൈവകൃപ ഉണ്ടെങ്കിൽ എനിക്ക് അതും ചിലപ്പോൾ സാധ്യമാകും എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഈ കല കൈമുതലായിട്ടുള്ളവർ നമ്മൾ തളർത്തിക്കളയാതെ മുൻപോട്ട് കൊണ്ടുവരുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതക്രമത്തിൽ ചെയ്യണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.